നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് കിട്ടിയിരിക്കും. അത്രത്തോളം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളത്തിന്റെ പേര് എന്ത്? INS ജഡായു. INS ജഡായു എന്നത് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്ന നഗരം ഏത്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്ന നഗരം ഏത്? കൊൽക്കത്തയാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകൻ ആര്? കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ മലയാള സിനിമാ സംവിധായകൻ ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫിന് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് ലഭിച്ചു. ബേസിൽ ജോസഫ് സിനിമാ സംവിധായകൻ എന്ന് എടുത്തു ചോദിച്ചാൽ ബേസിൽ ജോസഫിന് മാത്രമല്ല യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ലോങ് ജമ്പ് താരവും ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവുമായ ആൻസി സോജന് കിട്ടി. കൂടാതെ അഖിലിന് കിട്ടി. അശ്വിൻ പരവൂർ, KV സജീഷ്, ശ്രീനാഥ് ഗോപിനാഥൻ എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ 2023-24 വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചതിൽ സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, ലോങ് ജമ്പ് താരവും ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവുമായ ആൻസി സോജൻ, അഖിൽ, അശ്വിൻ പരവൂർ, KV സജീഷ്, ശ്രീനാഥ് ഗോപിനാഥൻ എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. സിനിമാ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് ആണ്. അപ്പൊ ഇനി അങ്ങോട്ട് പരീക്ഷാകാലം വരികയാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പരീക്ഷ LDC എക്സാം ആണ്. LDC എക്സാമിന്റെ പരീക്ഷാ തീയതി PSC പ്രഖ്യാപിച്ചു. അപ്പൊ നിങ്ങൾ പഠനമെല്ലാം തീവ്രമാക്കി എന്ന് കരുതുന്നു. നിങ്ങളുടെ പഠനം കുറച്ചും കൂടി നല്ല രീതിയിൽ കറക്റ്റ് വേയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2024 പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുതിയ ബാച്ച്. അവർക്ക് ഇതുവരെയായിട്ടും ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം LDC 2024 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള ചുരുക്കം സമയങ്ങളിൽ എങ്ങനെ പഠിച്ചു തീർക്കാം, ഫുൾ സിലബസ് കവേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. SCRT, അതുപോലെ കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഫുൾ പാക്കേജ് ആണ്. ഇപ്പോൾ 2 തവണകളായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി LDC 2024 എന്ന ബാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും. എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കയറി ചെക്ക് ചെയ്തോളാം. ഇനി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം വളരെ കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്കിൽ തന്നെ ഇടം നേടുക. ഓക്കെ, അടുത്ത ചോദ്യം: പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ വ്യക്തി ആര്? പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ വ്യക്തി ഷഹബാസ് ഷെരീഫ് ആണ്. ഷഹബാസ് ഷെരീഫ് പാക് പ്രധാനമന്ത്രി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് വീണ്ടും അധികാരം ഏറ്റു എന്ന് ഓർക്കുക. മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിന്റെ സഹോദരനാണ് ഷഹബാസ് ഷെരീഫ്. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിന്റെ സഹോദരനും കൂടിയാണ് ആര്? ഷഹബാസ് ഷെരീഫ്. അടുത്ത ചോദ്യം: സൂര്യ ഉപരിതലത്തിന്റെ പിണ്ഡവികിരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തിയ സൗര പര്യവേഷണ ഉപഗ്രഹം ഏതാണ്? ആദിത്യ L1. ഇന്ത്യയുടെ ആദിത്യ L1 സൂര്യ ഉപരിതലത്തിന്റെ പിണ്ഡവികിരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തി എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം: ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആര്? ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻവിൽക്കർ. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തി ആരാണ്?
AM ഖാൻവിൽക്കർ ആണ്. അപ്പോൾ സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിരുന്നു AM ഖാൻവിൽക്കർ. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. രാജ്യത്തെ ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നു? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. രാജ്യത്തെ ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നു? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷ് വിരമിച്ചതിന് പിന്നാലെയാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കറെ ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം ഏത്? കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പാണ്. തളിപ്പറമ്പ്. തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച സിനിമാ താരം ആരാണ്? വിജയ്. വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ കക്ഷിയുടെ പേരാണ് തമിഴക വെട്രി കഴകം. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ സാമ്പത്തിക പരിഷ്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. 2024 ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? ഭാരതരത്ന പുരസ്കാരം കിട്ടി, മരണാനന്തര ബഹുമതിയായിട്ട്. ഭാരതരത്നത്തിന് അർഹനായ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. ഭാരതരത്നത്തിന് അർഹനായ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അരുണാചൽ പ്രദേശിന്റെ 27ാമത്തെ ജില്ലയായി നിലവിൽ വന്ന ജില്ലയാണ് ബിച്ചോം. ഇമ്പോർട്ടൻ്റ് ആണ്. ബിച്ചോം എന്നത് ഏത് സംസ്ഥാനത്തിന്റെ 27ാമത് ജില്ലയായി നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിന്റെ 27ാമത് ജില്ലയായി നിലവിൽ വന്നു. കേരള ബാങ്കിന്റെ പുതിയ CEO ആയി നിയമിതനായത് ആര്? ജോർട്ടി M ചാക്കോ. ജോർട്ടി M ചാക്കോയാണ് കേരള ബാങ്കിന്റെ പുതിയ CEO ആയി നിയമിതനായത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനുള്ള സഞ്ചാരികളുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി. 4 സഞ്ചാരികളാണ് ഇടം നേടിയത്. അതിലെ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. പ്രശാന്ത് ബാലകൃഷ്ണൻ. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? 2 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ. 2024 ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെ? ദുബായിയാണ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദുബായ്. ദുബായ്. ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തി ആര്? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തി. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് കെയർ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം. എന്തിനു വേണ്ടിയിട്ടാണ്? അപൂർവ രോഗ പരിചരണത്തിന് വേണ്ടി കെയർ പദ്ധതി. കേരളം. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ആര്? റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദ് ആണ് 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത്. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് TS എന്നത് മാറ്റി TG എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അപ്പോൾ തെലങ്കാന TS എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അത് മാറ്റി എന്താക്കാൻ തീരുമാനിച്ചു? TG എന്നാക്കാൻ തീരുമാനിച്ചു. അടുത്തത്, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഇത് സാധ്യതയുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏത്? ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ്. ന്യൂറാലിങ്ക്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പിയുടെ പേരാണ് അരുൺ യോഗിരാജ്. അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ചത്.
ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. അപ്പോൾ ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ. ഇദ്ദേഹം 9ാമത്തെ തവണയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. റിപ്പബ്ലിക്കിന്റെ 75ാം ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് റിപ്പബ്ലിക്കിന്റെ 75ാം ദിനാഘോഷത്തിൽ അതിഥിയായിട്ട് എത്തിയത്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. അപ്പോൾ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷമായതുകൊണ്ട് തന്നെ 75 രൂപ നാണയമാണ് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആര്? PK വീരമണിദാസൻ ആണ് 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിനെ തുടരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2024 പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഫുൾ സിലബസ് കവേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ SCRT പോർഷൻസ് ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഫുൾ സിലബസ് കവേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. 2 തവണയായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ LDC 2024 എന്ന ബാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് ലിസ്റ്റിൽ ഉന്നത റാങ്കിൽ തന്നെ ഇടം നേടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളത്തിന്റെ പേരെന്താണ്? INS ജഡായു എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്ന നഗരം ഏത്? കൊൽക്കത്തയാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകനാണ് ബേസിൽ ജോസഫ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ വ്യക്തിയാണ് ഷഹബാസ് ഷെരീഫ്. സൂര്യ ഉപരിതലത്തിന്റെ പിണ്ഡവികിരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തിയ സൗരപര്യവേഷണ ഉപഗ്രഹമാണ് ആദിത്യ L1. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻവിൽക്കർ ആണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പ്. തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച സിനിമാ താരം ആരാണ്? വിജയിയാണ്. 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ സാമ്പത്തിക പരിഷ്കരണ സമയത്തെ പ്രധാനമന്ത്രി ആര്? PV നരസിംഹറാവു. ഭാരതരത്നത്തിന് അർഹനായ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അരുണാചൽ പ്രദേശിന്റെ 27ാമത്തെ ജില്ലയായി നിലവിൽ വന്ന ജില്ല ബിച്ചോം ജില്ലയാണ്. കേരള ബാങ്കിന്റെ പുതിയ CEO ആയി നിയമിതനായത് ആര്? ജോർട്ടി M ചാക്കോ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനുള്ള സഞ്ചാരികളുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറും സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ്. ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ് ആണ്. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് TS എന്നത് മാറ്റി TG എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലങ്കാന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറ ലിങ്ക്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പിയാണ് അരുൺ യോഗിരാജ്. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. റിപ്പബ്ലിക്കിന്റെ 75ാം ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയമാണ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് PK വീരമണിദാസനാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.